ഇവരിവിടെ ഇങ്ങനെ സാറും കുട്ടിയും കൂടെ കിടന്നു കഴിയുമ്പോൾ നമ്മളെ മേലുദ്യോഗസ്ഥന്മാർ വല്ലോ ഇൻഫെക്ഷന് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ? ഇൻഫെക്ഷൻ ഇൻസ്പെക്ഷൻ സാറിന് സംഭവം പിടികിട്ടു. അത് തന്നെ അതിന് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഒരു കാര്യം ചെയ്യും, ഇവരെ പരിസരത്ത് മഴയുണ്ടോ എന്നൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് ഇവർക്കുള്ള പരിഹാരം ഉണ്ടായിക്കൂടും. ഓ മൈ ഗോഡ്, ഒരു വക കണ്ടുകൂടാ. കാർമേഘം കറുത്തുരുണ്ട് കിടക്കുന്നു, ഒരു വക കണ്ടുകൂടാ. ഉറപ്പാണ്. ഓ ആദ്യം ഈ താമാരത്തിന്റെ അടപ്പെടുത്തിട്ട് ഇതാണ് ഇപ്പൊ അടച്ചു വെച്ചത്. എന്തിന്? അവിടേക്ക് നേരം ഇതിലെ കൂടെ ഇങ്ങോട്ട് നോക്കാതിരിക്കും. അപ്പൊ ഞാൻ നോക്കട്ടെ. നിങ്ങൾ കിടന്നോ. നിങ്ങളെ പ്രശ്നം ഇപ്പൊ ഞാൻ പരിഹരിച്ചു തരാം. ഇവരെ വീട് ഏതൊക്കെയെന്ന് പറഞ്ഞ് തെക്കേ ഭാഗം. പ്രശ്നമാ, ഭയങ്കര പ്രശ്നമാ. ഹലോ, ഭയങ്കര പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഇവിടെ ഒരു സർക്കാർ ഓഫീസാ, ഇവിടെ കിടക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഏതെങ്കിലും ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ചിട്ട് അങ്ങോട്ട് മാറുന്നതാ നല്ലത്. അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങളെ വീട്ടിന്റെ ഭാഗം മൊത്തം ചക്രവാത ചുഴി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചക്രവാത ചുഴി. 2 ആഴ്ച കൊടും മഴ, ഇടിയും മഴയും, ചുഴലിക്കൊടുങ്കാറ്റ്. ഉറപ്പാണ്. മൊത്തം വെള്ളം. ഞങ്ങൾ പെടും. 2 ആഴ്ച. അപ്പൊ ഞങ്ങൾ ബന്ധു വീട്ടിലോട്ട് മാറണം. ബന്ധുക്കളെ വിളിക്കുന്നത് ബുദ്ധി ഉദിച്ചു. ഉറപ്പാണല്ലേ? ഉറപ്പാണ്. ഹലോ മണിയമ്മേശ്ശേരി, നാളെ രാവിലെ വീട് വാർക്കാനായിട്ടുള്ള ആളും സാധനങ്ങളുമായിട്ട് താനെന്ത് പണിയാണോ കാണിക്കുന്നത്? താൻ ഇതിൽ കൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് തന്റെ വീടിന്റെ ഭാഗത്ത് ഇടിയും മഴയും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് താൻ എന്തിനാണ് ഇപ്പൊ വീട് പണിയാൻ ആളെ വിളിക്കുന്നത്? ഇടിയും മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആരാ? തന്നല്ലോ. ഇങ്ങനെ ഇടിയും മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ആഴ്ച മൊത്തം വെയിലായിരിക്കും. ഇങ്ങനെ വെയിലാണെന്ന് പറഞ്ഞാൽ ഇടിയും മഴയായിരിക്കും. ഇങ്ങനെ ഇപ്പൊ ഇടിമഴ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ആഴ്ച മൊത്തം വെയിലാണ്. ആ വെയിലത്ത് ഞാൻ എന്റെ വീടിന്റെ വാർപ്പങ്ങ് തീർത്തോളാം. നീ വാടി. ഒരു മിനിറ്റ്, ഒരാഴ്ചത്തേക്ക് ദയവ് ചെയ്ത് ഇങ്ങനെ നാക്കെടുത്തൊന്ന് പൊക്കല്ലേന്നൊന്ന് പറഞ്ഞേക്കണേ. അത് ഞാൻ ഏറ്റ്.